ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ മൂർത്തിയെ കണ്ട് തന്റെ സന്തോഷം അറിയിക്കുകയും വിവാഹം ഉടനെ തന്നെ നടക്കുകയും അതിനുശേഷം നടക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് തനിക്ക് മൂർത്തിയുടെ സഹായം കൂടി വേണമെന്ന് അവന്തിക മൂർത്തിയോട് അറിയിച്ചു. അതിന് എന്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകുമെന്ന് മൂർത്തി വാക്ക് നൽകുമ്പോൾ അർച്ചന കൃത്യമായി തന്നെ സന്ദീപിന്റെ റൂമിലേക്ക് എത്തി. ആകെ വിഷമിച്ചിരിക്കുന്ന സന്ദീപിനരികിലേക്ക് എത്തി അർച്ചന ചോദിച്ചു, എന്റെ അനുജത്തിയെ സ്നേഹിച്ച് നടന്നിരുന്ന സന്ദീപിനെ കുറിച്ച് മാത്രമേ എനിക്കറിയൂ. ഇപ്പോ ഇങ്ങനെയൊക്കെ പെരുമാറുന്ന സന്ദീപിനെ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഇപ്പോഴും നിന്നോട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാത്തത്, എന്റെ അനിയത്തിയെക്കുറിച്ച് നിന്റെ മുന്നിൽ വന്ന് അപേക്ഷിക്കാത്തത്, പിന്നെ അങ്ങനെ ചെയ്താൽ ഞാനും അവന്തികേടത്തിയും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? പിന്നെ ഒറ്റയൊരു കാര്യം മാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. നിന്നെ ഇത്രത്തോളം ആത്മാർത്ഥമായി സ്നേഹിച്ച പെൺകുട്ടിയാണ് എന്റെ അനുജത്തി. അതുകൊണ്ട് തന്നെ ആതിര ഇപ്പോഴും നിന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ജീവിതകാലം മുഴുവൻ ഇനി കരഞ്ഞു തീർക്കുന്നതിന് വേണ്ടി എന്റെ പാവം അനുജത്തി ഈ വീട്ടിൽ ആ താഴത്തെ ഹാളിൽ ഇരിപ്പുണ്ട്. അവളുടെ ആ സങ്കടം കണ്ടിട്ട് എനിക്കും സഹിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഒറ്റയൊരു കാര്യം മാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. നീ ഇത്രയേറെ സ്നേഹിച്ചിട്ട് അവളെ വേണ്ടെന്ന് വെക്കാനുള്ള കാരണം എന്താണെന്ന് നീ എന്നോടും ശശിയേട്ടനോട് പറഞ്ഞില്ലെങ്കിലും അത് അറിയാനുള്ള അവകാശവും ആഗ്രഹവും ആദരിക്കുണ്ട്. അത് നീ തീർച്ചയായിട്ടും അവളോടെങ്കിലും പറഞ്ഞിരിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞതും സന്ദീപ് പറഞ്ഞു, എനിക്ക് ഇക്കാര്യത്തിൽ വേറൊന്നും പറയാനില്ല ഏട്ടത്തി. ഞാൻ പറഞ്ഞല്ലോ, അനഘ എനിക്ക് വേണ്ടി കാണിക്കുന്ന കാര്യങ്ങൾ, അനഘ സ്വന്തം ജീവിതം പോലും എനിക്ക് വേണ്ടി ഇല്ലാതാക്കാനായി ശ്രമിച്ചു. അങ്ങനെ വന്നപ്പോൾ ഇനിയും അനഘയോട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ശരിയല്ല എന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് അനഘയുമായിട്ടുള്ള വിവാഹത്തിന് ഞാൻ സമ്മതം മൂളിയത് എന്ന് സന്ദീപ് അറിയിച്ചു. ഇതെല്ലാം കേട്ടതും അർച്ചന പറഞ്ഞു, അല്ലാതെ നീ ഇപ്പൊ പറഞ്ഞത് അല്ലാതെ നിന്നെ ആരും വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതല്ല അല്ലെ? ആരോ നിന്നെ എപ്പോഴും ഫോണിൽ വിളിച്ച് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം നീ ആരോടും തുറന്നു പറയില്ല എന്ന് തന്നെ ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം സന്ദീപേ, ഇപ്പോഴും ഞാൻ നിന്നോട് ദേഷ്യപ്പെടുകയോ ഇപ്പോഴും നിന്നെ കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുകയോ ചെയ്യാത്തതിന് കാരണം എന്താണെന്നറിയാമോ? നിന്നെ ആരോ മനഃപൂർവ്വം ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നുള്ള എന്റെ വിശ്വാസം സത്യമാണെന്നത് കൊണ്ട് തന്നെ. ആ സത്യം തീർച്ചയായിട്ടും ഏത് വിധേനയും ഈ അർച്ചന തെളിയിക്കുകയും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. അപ്പോഴും നിന്റെ ഈ നിലപാടും നിന്റെ ഈ മനസ്സിൽ നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങളും അതുപോലെ തന്നെ നീ കൊണ്ടു നടക്കുമോ എന്ന് എനിക്കൊന്ന് അറിയണം എന്ന് പറഞ്ഞ് അർച്ചന റൂമിൽ നിന്ന് പോകുമ്പോൾ സന്ദീപ് ആകെ വിഷമത്തോടെ പൊട്ടിക്കരയുന്നു. ആ സമയത്ത് പുറത്തു നിൽക്കുന്ന ആതിര ആരും കാണാതെ മാറി നിന്ന് സങ്കടപ്പെടുന്നത് കണ്ട് അനഘ അരികിലേക്ക് എത്തി. ആതിരെ, എനിക്കറിയാം നിന്റെ മനസ്സിന്റെ ഇപ്പോഴത്തെ സങ്കടം എത്രത്തോളമാണെന്ന്. നീയും സന്ദീപുമായിട്ടുള്ള വിവരം അറിഞ്ഞപ്പോ, നിങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹത്തെക്കുറിച്ച് അറിഞ്ഞപ്പോ ഞാനും ഇത്രത്തോളം സങ്കടപ്പെട്ടതും വേദനിച്ചതുമാണ്. എന്റെ മനസ്സും ഇതിനേക്കാൾ ഉപരി വേദനിച്ചതും ആശങ്കപ്പെട്ടതുമാണ് സന്ദീപിനെ എനിക്ക് കിട്ടുകയില്ല എന്ന് അറിഞ്ഞ നിമിഷത്തിൽ. അതേ മാനസികാവസ്ഥയിലാണ് നീ ഇപ്പോൾ ഉള്ളതെന്നും എനിക്കറിയാം. പക്ഷെ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. സന്ദീപ് നാളെ എന്റെ സ്വന്തമായി തീരാൻ പോവുകയാണ്. എന്റെ മാത്രം സ്വന്തമാകുന്ന ആ നിമിഷത്തിൽ സന്ദീപിനെ കുറിച്ച് ഓർത്ത് ഒരു പെൺകുട്ടിയും സങ്കടപ്പെടുകയോ വേദനിക്കുകയോ ചെയ്യരുത്. ഒരാളും സന്ദീപിന്റെ കാര്യം ഓർത്ത് കണ്ണു നിറയ്ക്കരുത്. അങ്ങനെ ഒരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്. ഞാനും സന്ദീപും ഒരു നല്ലൊരു ജീവിതം തുടങ്ങുമ്പോൾ സന്ദീപിനെ കുറിച്ചുള്ള സങ്കടങ്ങളുമായിട്ട്, സന്ദീപിനെ കുറിച്ചുള്ള ഓർമ്മകളുമായിട്ട് മറ്റൊരു പെൺകുട്ടി സങ്കടപ്പെട്ട് നിൽക്കാൻ പാടില്ല. അങ്ങനെ ഒരു ആഗ്രഹമാണ് എന്റെ മനസ്സിൽ ഇപ്പോഴുള്ളത്. അത് ഞാൻ നിന്നോട് പറയുന്നതും ആ കാരണത്താലാണ് എന്ന് അനഘ ആതിരയോട് പറയുമ്പോ അതെല്ലാം കേട്ട ആതിര പറഞ്ഞു, അനഘ, എനിക്ക് യാതൊരു വിരോധമോ സങ്കടമോ ഒന്നുമില്ല. പിന്നെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ എന്റെ മനസ്സിന് ഒരു വേദന തോന്നി. അത് ശരി തന്നെയാണ്. പക്ഷെ അനഘ, എന്നെ കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട. നീയും സന്ദീപും പുതിയൊരു ജീവിതം തുടങ്ങുമ്പോൾ ഒരിക്കലും ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു ബാധ്യതയായി വരാൻ പോകുന്നില്ല. ഒരിക്കലും നിങ്ങളെ ഞാൻ ശല്യപ്പെടുത്തുകയുമില്ല. അക്കാര്യം ഓർത്ത് നീ സങ്കടപ്പെടുകയോ വിഷമിക്കുകയോ ചെയ്യണ്ട എന്ന് പറഞ്ഞ് ആതിര അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അനഘ ചോദിച്ചു, അതിനിവിടെ ആർക്കാടി സങ്കടം? അത് കേട്ടതും ആതിര ഞെട്ടലോടെ പിന്തിരിഞ്ഞു നോക്കിയതും അനഘ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അല്ല, നിന്റെ ഈ സങ്കടം കണ്ടിട്ട് ദുഃഖിക്കുന്നെന്നോ വിഷമിക്കുന്നെന്നോ ആര് പറഞ്ഞു? ഞാൻ നിന്നോട് ആദ്യം അങ്ങനെയൊക്കെ പറഞ്ഞതേ നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാൻ വേണ്ടി. ഞാൻ വെറുതെ ഒന്ന് നിന്റെ മുന്നിൽ അഭിനയിച്ചത് മാത്രമല്ലേ. അല്ലാതെ എനിക്ക് നിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് യാതൊരു ദുഃഖവും തോന്നില്ല. മറിച്ച് സന്തോഷം തന്നെയാണ്. നീ ഇപ്പൊ ചങ്കുപൊട്ടി കരയുന്നുണ്ടല്ലോ, ഇതിനേക്കാൾ ഏറെ സങ്കടപ്പെട്ടിട്ടുണ്ട് ഈ അനഘ. എത്രത്തോളം വേദനിച്ചിട്ടുണ്ടെന്നറിയാമോ? നീയും നിന്റെ ചേച്ചിയും ചേർന്ന് എന്റെയും എന്റെ ചേച്ചിയുടെയും അടുത്ത് വന്ന് എത്ര തവണ നീയൊക്കെ വെല്ലുവിളിച്ചിട്ടുണ്ട്, സന്ദീപിനെ ഒരിക്കലും ഞങ്ങൾക്ക് കിട്ടുകയില്ല എന്ന് പറഞ്ഞു. എന്നാ ഇപ്പോ നീ ഒന്ന് മനസ്സിലാക്കിക്കോ, അന്ന് വെല്ലുവിളികൾ ഉയർത്തിയ നീയും നിന്റെ ചേച്ചിയും ഉണ്ടല്ലോ, അവന്തികയ്ക്ക് ഒരിക്കലും പകരക്കാരിയാകാനോ അവന്തികയെ തോൽപ്പിക്കാനോ
വെല്ലാനോ ഒരിക്കലും അർച്ചനയ്ക്കാവില്ല. അതുപോലെ തന്നെയാണ് അനഘയെ വെല്ലാൻ ആതിരയ്ക്കുമാവില്ല. അക്കാര്യം ഇനിയെങ്കിലും നീ ഓർത്തോ. ഇനിയും സന്ദീപിന്റെ പിന്നാലെ നീ വരരുത് എന്ന് മാത്രമല്ല, നാളെ എന്റെയും സന്ദീപിന്റെയും വിവാഹം നടക്കും. ആ വിവാഹശേഷം ഇനി മേലാൽ നെല്ലിശ്ശേരിയിൽ നിന്നെ കണ്ടുപോകരുത്. നെല്ലിശ്ശേരിയുടെ പടി ചവിട്ടിപ്പോകരുത് നീ. എന്റെയോ സന്ദീപിന്റെയോ മുന്നിൽ ഒരു നിമിഷം പോലും നിന്നെ ഇനി ഞങ്ങൾ കാണരുത്. പിന്നെ നിന്റെ ചേച്ചിയുണ്ടല്ലോ അർച്ചന, അവൾക്ക് ഞാൻ ഇവിടുത്തെ ഇളയ മരുമകളായി ഈ വീട്ടിലേക്ക് വന്നു കയറിയതിനു ശേഷം പിന്നെ നിന്റെ ചേച്ചി ഇവിടെ കിടന്ന് നക്ഷത്രം എണ്ണാൻ പോവുകയാണ്. നീ നോക്കിക്കോ. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷ ഈ ഞാൻ തന്നെ വിധിക്കും. അത് നിന്റെ ചേച്ചി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇത് നീയും നിന്റെ ചേച്ചിയും ചേർന്ന് എന്റെ ചേച്ചിയും കണ്ണുനീര് കുടിപ്പിച്ചതിനുള്ള ശിക്ഷയാണ് നീ അനുഭവിക്കുന്നത്. നീ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ആരും കാണാതെ മാറി നിന്ന് കരഞ്ഞാ പോരാ. നീ എല്ലാവരുടെയും മുന്നിൽ ചങ്കു പൊട്ടിക്കരയണം. അതാണ് നിനക്ക് ഞാൻ വിധിക്കുന്ന ശിക്ഷ എന്ന് പറഞ്ഞ് അനഘ അവിടെ നിന്ന് പോകുന്നു. അപ്പോഴേക്കും റൂമിലാകെ വിഷമിച്ചിരിക്കുന്ന അർച്ചനക്കരികിലേക്ക് സച്ചി എത്തി. എന്താടോ താൻ ഇവിടെ തന്നെ ഇരിക്കുന്നത്? താഴെ അച്ഛനും അനൂപേട്ടനും ഒക്കെ തന്നെ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു, അതുകൊണ്ട് തന്നെയാണ് സച്ചിയേട്ടാ, എനിക്ക് അവരെ ആരെയും ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ല. പ്രത്യേകിച്ച് ആതിരയെ. ഞാൻ എന്താ അവളോട് പറയുക? ആതിരയുടെ അരികിൽ ചെന്ന് ഞാൻ എന്ത് പറഞ്ഞവളെ സമാധാനിപ്പിക്കും? അതുകൊണ്ട് തന്നെയാ ഞാൻ ഈ റൂമിൽ തന്നെ ഇരുന്നത് എന്ന് അർച്ചന സച്ചിയോട് പറഞ്ഞു. അപ്പോഴേക്കും സച്ചി അരികിലേക്ക് വന്ന് പറഞ്ഞു, എടോ എനിക്കറിയാം, എനിക്കും അതേ മാനസികാവസ്ഥ തന്നെയാണ്. അന്ന് സന്ദീപിന് ആതിര ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ അവർ രണ്ടുപേരുടെയും സ്നേഹമെന്നും അത് ആത്മാർത്ഥമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ അവർ രണ്ടുപേരും ഒന്നിക്കുന്നത് നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമായതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ഒന്നിപ്പിച്ചു. ഇപ്പോ ഇങ്ങനൊരു അവസരത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ആതിരെ ഫേസ് ചെയ്യുമെന്ന് ഞാനും സങ്കടപ്പെടുന്നുണ്ട്. സന്ദീപിന്റെ ഈ പ്രവൃത്തി ശരിക്കും ആതിരെ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ടെന്നും എനിക്കറിയാം എന്ന് പറഞ്ഞ് രണ്ടുപേരും അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയെ പരസ്പരം പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വാതിൽക്കൽ നിന്ന് ചേച്ചി എന്നുള്ള വിളി കേട്ടു. ആതിരയും ശശിയും ഞെട്ടലോടെ വാതിൽക്കലേക്ക് നോക്കിയതും അവിടെ നിൽക്കുന്ന ആതിരയെ കണ്ടതോടെ അർച്ചനയും ശശിയും വല്ലാതാവുന്നു. ഉടനെ തന്നെ അർച്ചനയ്ക്കും സച്ചിയുടെയും അരികിലേക്ക് ആതിര എത്തിയതും ശശി വേഗം എഴുന്നേറ്റ് അവിടുന്ന് മാറി നിന്നു. അപ്പോ ആതിര അരികിലേക്ക് എത്തി പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരുടെയും ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്ന്. സന്ദീപ് ഇങ്ങനെയെല്ലാം പറഞ്ഞതുകൊണ്ടും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുന്നത് കൊണ്ടും ആകെ വിഷമത്തിലായത് നിങ്ങൾ രണ്ടുപേരുമാണല്ലോ. അതിന് ഒരിക്കലും സന്ദീപിന്റെ കാര്യം ചോദിച്ച് ഞാൻ നിങ്ങളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല. ഒരു കാരണവശാലും നിങ്ങളെ ചോദ്യം ചെയ്യാനും വരില്ല. കാരണം സന്ദീപിന്റെയും എന്റെയും ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം അത് ഞങ്ങൾ മാത്രം വരുത്തി വെച്ച കാര്യങ്ങളാണ്. അതിലൊരിക്കലും നിങ്ങൾ തെറ്റുകാരല്ല, നിങ്ങൾ ഒരിക്കലും കുറ്റക്കാരുമല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞത് കൊണ്ട് മാത്രം സന്ദീപിന്റെയും എന്റെയും ആഗ്രഹം നിങ്ങളോട് പറഞ്ഞപ്പോ അത് നിങ്ങൾ അംഗീകരിച്ച് ഞങ്ങൾക്കൊപ്പം നിന്നു എന്ന് മാത്രമേ നിങ്ങൾ ചെയ്തുള്ളൂ. അതിൽ യാതൊരു തെറ്റും ഞാൻ നിങ്ങളെ പറയില്ല. പിന്നെ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ അത് ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും ഏട്ടനോടുമെല്ലാം ഞാൻ ചെയ്ത ചതിക്ക് എനിക്ക് കിട്ടിയ തിരിച്ചടിയും ശിക്ഷയുമാണ്. അത് ഞാൻ തന്നെ അനുഭവിക്കണം. അതിൽ നിങ്ങൾ ആരും കുറ്റക്കാരല്ല എന്ന് ആതിരെ അർച്ചനയോടും ശശിയോടും പറഞ്ഞു. അപ്പോഴേക്കും ശശി അരികിലേക്ക് എത്തി ആതിരെ എന്ന് വിളിച്ചതും ശശിയോട് ആതിര പറഞ്ഞു, സച്ചിയേട്ടാ, സച്ചിയേട്ടൻ ഒരിക്കലും സങ്കടപ്പെടണ്ട. ഇക്കാര്യത്തിൽ ഒരിക്കലും ഞാൻ സച്ചിയേട്ടനെയും കുറ്റപ്പെടുത്തുകയില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ അത് വിധിയുടെ മാത്രം തീരുമാനമാണ്. വിധി എന്താണോ അതുപോലല്ലേ നമ്മൾ അനുഭവിക്കേണ്ടി വരിക. എന്തായാലും ഈ ആതിരയുടെ ജീവിതത്തിൽ സങ്കടപ്പെടാനുള്ള നിമിഷങ്ങളായിരുന്നു വന്നു ചേർന്നത്. അത് ഇങ്ങനെ തന്നെ സംഭവിച്ചു എന്ന് കരുതാം. ഇനി മുന്നോട്ടുള്ള ജീവിതം ഒരിക്കലും അനഘയുമായിട്ട് സന്ദീപിന്റെ ജീവിതത്തെ ഒരിക്കലും ഞാൻ വേദനിപ്പിക്കാനോ അവരുടെ ജീവിതത്തിൽ ഒരു വിലങ്ങുതടിയായോ ഞാൻ ഒരിക്കലും എത്തുകയില്ല. അക്കാര്യം ഞാൻ അല്പം മുമ്പ് അനഘയ്ക്ക് വാക്കു കൊടുക്കുകയും ചെയ്തു. അനഘ എന്നോട് പറഞ്ഞിരിക്കുന്നത് സന്ദീപിന്റെയും അനഘയുടെയും വിവാഹം കഴിഞ്ഞാൽ ഒരിക്കലും ഈ നെല്ലിശ്ശേരിയിൽ വന്നു പോകരുത് എന്നാണ്. നെല്ലിശ്ശേരിയിലോ അവരുടെ മുന്നിലോ കൺവെട്ടത്തോ ഞാൻ ഒരിക്കലും വരരുതെന്നാണ്. ഞാനും ആ കാര്യം തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. സന്ദീപിന്റെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും ഞാൻ അവരുടെ മുന്നിലേക്കോ അവരുടെ ജീവിതത്തിലേക്കോ ഒരു പ്രശ്നമായി ഞാൻ ഉണ്ടാവുകയില്ല. ഒരു കാരണവശാലും അവരെ വേദനിപ്പിക്കാനോ പഴയ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിലാഴ്ത്താനോ ഞാൻ തയ്യാറാവില്ല. എനിക്ക് വേണമെങ്കിൽ ഈ നിമിഷം ഈ വിവാഹം മുടക്കാം എന്ന് ആതിര അറിയിച്ചു. അപ്പോഴേക്കും അർച്ചന ശശിയോട് പറഞ്ഞു, ഈ സങ്കടത്തിനൊക്കെ പരിഹാരം ഈ വിവാഹം എങ്ങനെയും മുടക്കുക എന്ന് മാത്രമാണ് എന്ന് ശശിയോട് അറിയിച്ചതും ആതിര പറഞ്ഞു, എനിക്കറിയാം ചേച്ചിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ. ഈ വിവാഹം മുടക്കാൻ എനിക്കിപ്പോൾ സാധിക്കും. പക്ഷെ ഞാൻ അതിന് തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്നോ, എന്റെയും സന്ദീപിന്റെയും വിവാഹം കഴിഞ്ഞു എന്നുള്ള വാർത്ത ഈ നിമിഷം താഴെ ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ വിവാഹം അതോടെ മുടങ്ങാൻ സാധ്യതയുണ്ട്. എങ്കിലും അങ്ങനെ ഒരു കാര്യം ഞാൻ വെളിപ്പെടുത്തിയാൽ എല്ലാവരും അത് സന്ദീപിനോട് കൂടി അന്വേഷിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സന്ദീപ് ആ വിവാഹത്തെ അനുകൂലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ട് എന്ത് കാര്യമാവുള്ളത്? അതിനുശേഷം ഉണ്ടാകാൻ പോകുന്ന എൻ്റെ ജീവിതം മുഴുവൻ നരകതുല്യമായിരിക്കും. മറ്റുള്ളവരുടെ കുത്തുവാക്കുകളും ശാപവാക്കുകളും വേദനപ്പെടുത്തുന്ന വാക്കുകളും എല്ലാം കേട്ട് നരകിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ജീവിതം വഴിമാറും. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല.
സന്ദീപിന്റെ ജീവിതത്തിൽ ഇനി ഞാൻ ഒരിക്കലും ഒരു പ്രശ്നമായി നിൽക്കില്ല. സന്ദീപിനെ ഒരു കാരണവശാലും ഞാൻ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ആതിര സച്ചിയോടും അർച്ചനയോടും അറിയിച്ചു. പിന്നെ എനിക്കൊരു തെറ്റുപറ്റി. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരാളെ മാത്രമേ സ്നേഹിച്ചുള്ളൂ. അയാളെ ആത്മാർത്ഥമായി സ്നേഹിച്ചു പോയി. ആ സ്നേഹം ഞാൻ വിശ്വസിക്കുകയും ചെയ്തു. അതിന്റെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത്. താമസിയാതെ ഞാൻ ഇതിനെയെല്ലാം തരണം ചെയ്തോളാം എന്ന്. ഇക്കാര്യം ഓർത്ത് നിങ്ങൾ രണ്ടുപേരും വേദനിക്കരുത്. ഇത്രയും നാളും എന്റെയും സന്ദീപിന്റെയും കാര്യത്തിനായി നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഒഴിഞ്ഞു വെക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പലപ്പോഴും ജീവിക്കാൻ പോലും മറന്നുപോയവരെ പോലെയാണ് ഞങ്ങളുടെ മുന്നിൽ പലപ്പോഴും നിങ്ങൾ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ ജീവിതം നിങ്ങളായി മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കണ്ട. ഇനി നിങ്ങളെങ്കിലും സന്തോഷത്തോടുകൂടി ജീവിക്കണം. അത് പറയാനാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് അർച്ചനയോടും ശശിയോടും അറിയിച്ചു. ഞാൻ കാരണം ആരുടെയും ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവരുടെ മുന്നിലേക്ക് ഒരിക്കലും ഒരു പ്രതിബന്ധമായി ചെന്ന് നിൽക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ഞാൻ എൻ്റെ മനസാക്ഷിയോടും എൻ്റെ മനസ്സിനോടും ഞാൻ പറഞ്ഞിരിക്കുന്ന എൻ്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞ് ആതിര ആ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും നേരെ ഓപ്പോസിറ്റ് കാണുന്ന സന്ദീപിന്റെ റൂം കണ്ടതും ആ വാതിൽ കണ്ട ഉടനെ ആതിര സച്ചിയുടെയൊക്കെ റൂമിന് മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. സച്ചിയുടെ റൂമിൽ നിന്ന് സങ്കടപ്പെടുന്ന ആതിരയെ കണ്ടതോടെ സച്ചി ഒന്നും മിണ്ടാനാകാതെ വേഗം ആതിരയെ കടന്ന് പുറത്തേക്ക് പോകുന്നു. ആതിരയുടെ ആ സങ്കടം കണ്ട് എന്ത് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുമെന്നും അത് പറയാനായി ഒരു വാക്ക് പോലും തന്റെ പക്കൽ ഇല്ലാത്തതിനാൽ ഇത്രയും നാളും ധൈര്യം പകർന്നു കൊടുത്തിട്ട് അവസാന നിമിഷം ഈ അവസ്ഥയിലേക്ക് തന്റെ അനുജത്തിയുടെ ജീവിതം കൊണ്ടുചെന്ന് എത്തിച്ചതിന്റെ കുറ്റബോധത്തിൽ അർച്ചനയും ആതിരയുടെ അരികിലേക്ക് എത്തി സങ്കടത്തോടെ നിൽക്കുന്നു.